ഇത് ഫുള്ളായിട്ട് നിങ്ങൾ കാണിട്ടോ. ഇനി അപ്പൊ നീയല്ലേ പറയാതെ ഗൾഫ് ഒഴിവാക്കി ഇവിടെ വന്നിട്ട് നാട്ടിൽ എന്തെങ്കിലും പണി ചെയ്തിട്ടുള്ളതുപോലെ ജീവിക്കാന്ന്. അങ്ങനെ പെട്ടെന്ന് നിർത്തി വന്നാൽ നമ്മുടെ ലോണും മക്കളുടെ പഠിത്തമൊക്കെ എന്താ ചെയ്യാ? എനിക്ക് മടുത്ത് തുടങ്ങിയടി അവിടെ ഒറ്റയ്ക്ക്. എന്തെങ്കിലും കാണിക്കും, എനിക്കറിയണ്ട. കിടപ്പിലേക്ക് തിരിച്ചു പോകാൻ പ്ലാനൊന്നുമില്ലേ? നിന്നെ കണ്ടിട്ടാണ് ഞാൻ ആ വീട് പണി തുടങ്ങിയത്. ഈ വാടക വീട്ടിൽ കിടന്നിട്ട് എനിക്ക് മടുത്തു. നിന്റെ അളിയനെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എടാ, ഒരു 10 ലക്ഷം ഉറുപ്പ്യ നീ മുടക്കിയാൽ മതിയെന്ന്. നിന്നെ സംബന്ധിച്ചിടത്തോളം പുളിയൊരു മൈരിയല്ലേ. നീ ആ ഭാഗത്തേക്ക് വരികയേ വേണ്ട, ഞാൻ ഏറ്റു ബാക്കി കാര്യങ്ങളൊക്കെ. എടാ, ഇവ നാട്ടിലെത്തിയാ അടാ നിർത്തി വന്നതാണോ അതോ ലീവിനാണോ? എന്നാ എടുത്തതാ വേണ്ട, വെറുതെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കോൾ വെക്കില്ലെന്നേ, സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. വേണ്ട. ആ സ്വർണ്ണം ഞാൻ എടുത്തരാ ചേച്ചി. ഞാൻ പണി നിർത്തി വന്നെന്ന് കരുതിയിട്ട് നിങ്ങളുടെ സ്വർണ്ണം എടുത്തരായിരിക്കൊന്നുമില്ല. ആ ഇക്ക എന്തെങ്കിലും വേക്കൻസി ഉണ്ടാവോ? വേക്കൻസി എൻ്റെ എക്സ്പീരിയൻസ് എന്താ? ഞാൻ ദുബായിൽ സെയിൽസിലായിരുന്നു. ആ, ദുബായ്ക്കാരെയൊന്നും പണിക്കെടുക്കാൻ കഴിയില്ല. നിങ്ങൾ വേറെ വിസ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ചാടിപ്പോകില്ലേ? പിന്നെ ഞാനായിരുന്നു ഏട്ടൻ്റെ പണി എടുക്കേണ്ടത്. എടാ, ഈ പണി എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇപ്പോൾ അവിടെ പണിയില്ല, പോരാത്തതിന് ആകും. എടാ ചിലവല്ലടാ, കയ്യിലാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലേനും. നീ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് കുറ്റി കുറച്ച് പോകുന്നത്? എനിക്ക് അവിടെ ഇങ്ങനെ നിന്നാ പോലെ എന്നാ. എന്തൊക്കെയായിരുന്നു എനിക്ക് നാട്ടിൽ പോയാല് ക്ലബിലിരുത്തം, ചങ്ങായിമാര്, മാഷിട്ട് നോക്കിയാൽ പോലും ഒരുത്തനെ കിട്ടില്ല. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായ. എടാ, വിളിക്കാന്ന് ഞാൻ പറഞ്ഞല്ലടാ. എടാ ഞാൻ പണി വെച്ച് വന്നതല്ല, ഞാൻ തിരിച്ചു പോവുക. ആണാ? അതാണ് നല്ലത്. എടാ, നിനക്കൊരു 2 കൊല്ലം അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ സെറ്റിൽ ആവല. 2 കൊല്ലം ഇതൊരു കോമഡിയാണെന്ന് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാടാ. ഇതൊരു ലൂപ്പാണ്, പുറത്തിറക്കാൻ പറ്റാത്തൊരു തരം ലൂപ്പ്. പിന്നെ ഞങ്ങളൊരു പേരും പറയും, പ്രവാസം. അപ്പം എന്നാ ശരി, അടുത്ത തവണ കാണാം. ഒട്ടുമുക്ക പ്രവാസികളുടെ ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ കേട്ടോ. എനിക്കിങ്ങനെ ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ നിർത്തിപ്പോകുന്ന ആൾക്കാരോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലൊരു സ്ഥാപനം തുടങ്ങാനുള്ള ക്യാഷ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പോവുക. എന്നാൽ പിന്നെ ഒരാളെടുത്തും പോയി ജോലി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എന്തിനും നിത്യമായിട്ട് ഇങ്ങനെ കൂലി തരുന്നൊരു വാഹനം, അത് ലോറി ആവട്ടെ, എന്നാൽ ഏതെങ്കിലും ചരക്കെങ്കിലും എടുത്തുകൊണ്ട് നമ്മൾ കൊണ്ടുപോയി, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആ വണ്ടിയിൽ തന്നെ എന്തെങ്കിലും എടുത്താണ്ട് വെക്കാം. അങ്ങനെ ചെയ്യാം. അതൊന്നുമില്ലാതെ ഇവിടുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർ നമുക്ക് ജോലി തരില്ല. ഇനി അഥവാ കിട്ടുന്ന ജോലി കൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ.